സർ, ചാണ്ടിയുമ്മൻ മന്ത്രി രാജനെ പരിഹസിച്ചിരിക്കുകയാണ്. കൂലിപ്പനി രാജൻ എന്ന് വിളിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട്. പരിഹസിക്കാൻ ഉദ്ദേശിച്ചാണ് വിളിച്ചത്. പക്ഷെ അതൊരു പരിഹാസമായിട്ട് രാജൻ എടുത്തിട്ടില്ല. കാരണം മന്ത്രി കെ രാജൻ പറഞ്ഞത് എന്താണെങ്കിലും എന്നെ മുതലാളി എന്ന് വിളിച്ചില്ലല്ലോ എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ചാണ്ടിയുമ്മൻ കാണിച്ചത് ഒരു വിവരക്കേടാണ്. എല്ലാവർക്കും മുഖ്യമന്ത്രിയുടെ മകനായിട്ടും വായിൽ വെള്ളിക്കരണ്ടിയൊന്നുമായിട്ട് ജനിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ ജനിച്ചിട്ടുള്ള ചാണ്ടിയുമ്മനെ സംബന്ധിച്ചിടത്തോളം കൂലിപ്പണിക്കാരൻ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരാളായിരിക്കും. പക്ഷെ ഈ നാട്ടിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അല്ല കാര്യം. പിന്നെ രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്, കൂലിപ്പണി. ഇതൊക്കെ നമുക്ക് പറയാനല്ലേ കഴിയുള്ളൂ. ഇപ്പൊ കൂലിപ്പണിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ആളുകളാണെന്നൊക്കെ നമുക്ക് പറയാനല്ലേ കഴിയുള്ളൂ. പ്രാക്ടിക്കൽ സെൻസിലേക്ക് വരുമ്പോൾ അങ്ങനെ നമുക്ക് കരുതാൻ കഴിയുമോ? വലിയ ആളുകളാണെന്നൊന്നും പറഞ്ഞില്ലെന്നേ. അവരെങ്ങനെ വലിയ ആളുകളാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാത്ത വാക്കുകൾ താങ്കൾ എന്റെ ഉള്ളിൽ തിരികണ്ട. പിന്നെ താങ്കൾ പറഞ്ഞൊരു കാര്യം പ്രാക്ടിക്കൽ സെൻസിൽ ശരിയാണ്. ഇപ്പൊ നമ്മളുടെ വീട്ടിലേക്ക് ഒരു കളക്ടർ വന്ന് കയറുന്നു, ഒരു കൂലിപ്പണിക്കാരൻ വന്ന് കയറുന്നു, സ്വാഭാവികമായിട്ടും കളക്ടർക്കായിരിക്കും. സംശയമൊന്നുമില്ല, അത് സംശയമൊന്നുമില്ല. പക്ഷേ ഒരു ആളെ കൂലിപ്പണിക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് അവഹേളിക്കേണ്ട ഒരു പൊസിഷനിലല്ല ചാണ്ടിയുമ്മൻ ഇരിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നാളെ നാട്ടിലെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ അങ്ങനെ പറയുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴായി പിന്നെ അങ്ങനെ പറയാറില്ല. ഇപ്പൊ നിരവധി വാക്കുകൾ പോലും നമ്മൾ മലയാളത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാൻ. അപ്പൊ ചാണ്ടിയുമ്മൻ യഥാർത്ഥത്തിൽ ഒരു ബൂർഷ്വ മനോഭാവമാണ്. അത് ചാണ്ടിയുമ്മൻ ഉണ്ടായി പുറത്തേക്ക് വന്നു. ഈ പുറത്തേക്ക് വന്നതുപോലെ തന്നെ സങ്കടപ്പെടുത്തിയില്ല. കാരണം എന്ന് വെച്ചാൽ ചാണ്ടിയുമ്മൻ ഡൽഹിയിലൊക്കെ പഠിച്ച ഒരാളാണ്, സെന്റ് സ്റ്റീഫൻസിലൊക്കെ പഠിച്ച ഒരാളാണ്, സ്വാഭാവികമായിട്ടും നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ കുറച്ചുകൂടി പുരോഗമനപരമായ ചിന്ത ഉണ്ടാകും എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരാളാണ്. അല്ലാതെ നാളെ ഇപ്പൊ അജയ് തറയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളോ ഒക്കെ ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യൂല. പക്ഷെ ചാണ്ടിയുമ്മനിൽ നമ്മൾ കുറെ കൂടി പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് പ്രശ്നമായത്. ഒന്ന്. രണ്ടാമത്തത്, ഇത് ചാണ്ടിയുമ്മൻ പറഞ്ഞതല്ല എന്നെ വേദനിപ്പിച്ചത്. അത് പോട്ടെ, ഇനിയിപ്പോ ഒരാളുടെ ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കൂലിപ്പണിക്കാരൻ എന്ന് ചിലപ്പോൾ കളിയാക്കി പോയതായിരിക്കും എന്ന് വിചാരിക്കാം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ സൈബർ സംഘങ്ങളൊക്കെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് കൂലിപ്പണിക്കാരൻ, വാർക്കപ്പണിക്കാരൻ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു, അങ്ങനെ അപമാനിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കാണ്. ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം കൂടി കാണണം. മന്ത്രി എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടി വന്നത്? ഈ നാട്ടിലെ മാധ്യമങ്ങളല്ല. ഒരു ചോദ്യം ഉന്നയിക്കുന്നു, മന്ത്രി എന്തുകൊണ്ടാണ് നൗഫലിനെ നേരിട്ട് കാണാതിരുന്നത്? മന്ത്രി നൗഫലിനെ നേരിട്ട് കണ്ട സൈഡിൽ നിന്ന് കണ്ടിരുന്നു. നൗഫൽ ആയിക്കോട്ടെ അല്ല ആയിക്കോട്ടെ, മന്ത്രി അവിടെ വന്നത് എന്തിനാണ്? നേരിട്ട് കാണണ്ടേ? നൗഫൽ പറയുന്ന കാര്യങ്ങൾ നേരിട്ട് കേൾക്കണ്ടേ? നൗഫൽ പറയുന്ന കാര്യം കേൾക്കണമെന്ന് പറഞ്ഞാൽ മന്ത്രി കേൾക്കാൻ തയ്യാറാവുമായിരുന്നു. കെ രാജൻ അവിടെയുള്ള എല്ലാ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളായിട്ടും വളരെ വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കുകയും. ചോദ്യം ചോദിച്ചിട്ട് നേരെ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ സമ്മതിച്ചാലേ കാര്യമുള്ളൂ. ഞാൻ പറയുന്ന ഒരു കാര്യം, നൗഫല് തൊട്ടപ്പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ നൗഫല് ഉറക്കെ വിളിച്ചിട്ട് മറ്റേ മന്ത്രിക്ക് കിളി പോയി എന്ന് പറഞ്ഞാൽ അതേ ഡയലോഗിൽ തന്നെ പറയണാണ്, എനിക്ക് മന്ത്രിയോട് ഒരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ മന്ത്രി എന്ന് കേൾക്കും. അല്ലാതെ മന്ത്രി എന്താ ഒളിച്ചോടിക്കളഞ്ഞ അവിടെ നിന്ന്? ഇല്ലല്ല, മന്ത്രി നിൽക്കുമ്പോ അവിടെ നൗഫൽ അപ്പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. നൗഫൽ പറയുന്നത് നൗഫൽ അങ്ങനെയാണോ പറഞ്ഞത്? നൗഫൽ അങ്ങനെയാണ് പറഞ്ഞത്. നൗഫൽ പറഞ്ഞു എന്നെ കേൾക്കാൻ കൂട്ടാക്കിയില്ലെന്നാണ് പറഞ്ഞത്. നൗഫൽ കേൾക്കാൻ കൂട്ടാക്കില്ല എന്ന് പറഞ്ഞാൽ നൗഫല് സംസാരിക്കാൻ ശ്രമിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളത് നൗഫല് പറയുന്ന വാചകം കൊണ്ടല്ല. നൗഫല് പറയുന്ന അന്നേരം തിരക്കായി പോയി, ആളുകളൊക്കെ വന്നു, അന്നേരം നൗഫല് പുള്ളിയുടെ അടുത്തേക്ക് പോകാനോ സംസാരിക്കാനോ പോലും ശ്രമിച്ചില്ലെന്നാണ്. നൗഫൽ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ മതി, സാറേ ഞാനാണ് വീടിന്റെ ഉടമസ്ഥൻ, എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? കേൾക്കും. അല്ലാതെ എന്താ കാര്യമുള്ളത്? അങ്ങനെയല്ല പറഞ്ഞു. പക്ഷേ നൗഫൽ ആ ദൃശ്യങ്ങളിൽ നൗഫൽ കൂടിയുണ്ട്. നൗഫൽ ആ സൈഡിലുണ്ട്. നൗഫൽ ആരും പിടിച്ചു മാറ്റിയിട്ടില്ല. നൗഫൽ അവിടെ നിന്ന് തന്നെ ഉറക്കെ പറഞ്ഞാൽ മന്ത്രി കേട്ടേരെ. ഞാൻ പറയുന്ന ഒരു കാര്യം ഇത്രേ ഉള്ളൂ. ഈ പറയുന്ന അവിടെ പെൻസിൽ കൊണ്ടുള്ള വരയായിരുന്നല്ലോ, അത് വിള്ളലല്ലായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം ഇരുന്ന് സ്മൃതി പരുത്തിക്കാടിന്റെ ചർച്ചയിൽ ഇരുന്നിട്ട് എ സജീവൻ എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായിട്ടുള്ള ജേർണലിസ്റ്റ്, പുള്ളി ഇരുന്നൊരു കമന്റ് പറയുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. പുള്ളി പറയുന്ന ഡയലോഗ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പെൻസിലിന്റെ വരയാണോ വിള്ളലാണോ എന്ന് പരിശോധിക്കേണ്ടത് ഒരു വിദഗ്ധനായിരിക്കണം എന്നൊക്കെ. മാർക്ക് ചെയ്ത് വെച്ചാന്നും പറയുന്നു. അതല്ലല്ലോ നമ്മുടെ പോയിന്റ്. നമ്മളെ പോയിന്റ് ഒരു പെൻസിൽ വരയാണോ അല്ലെങ്കിൽ മറ്റേ വിള്ളലാണോ എന്ന് നോക്കാനായിട്ട് ഒരു വിദഗ്ധന്റെ ആവശ്യമില്ല. ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു മതി. മനസ്സിലായ? പിന്നെ ഈ പറയുന്ന മറ്റേ ഈ ജേർണലിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന കുറെ പോഴന്മാർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഇവിടെ ഇപ്പൊ താജ്മഹൽ പണിതിട്ടുള്ളതും ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ബിൽഡിംഗ് പണിതിട്ടുള്ളതൊന്നും എംആർക്കിൽ ആർക്കിടെക്ട് നേടിയവനൊന്നും വരച്ചിട്ടല്ലട്ടാ. വളരെ സാധാരണക്കാരായ പണിക്കാരെ അയോധ്യയിലെ രാമക്ഷേത്രം വരെ ചോർന്നു വിളിച്ചിട്ടുണ്ട്. രാമക്ഷേത്രം ചോർന്നു വിളിച്ചോട്ടെ, കാരണം അവിടെ ആരും താമസിക്കുന്നില്ലോ, കുഴപ്പമില്ല. പിന്നെ നന്നാക്കിയാൽ മതി. പക്ഷെ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നാൽ ഇതിൽ എന്താണ് പ്രശ്നം? ഇവർ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ?
അവ പെൻസിൽ വര വിള്ളലാണെന്ന് പറഞ്ഞ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. അത് തെറ്റാണോ ശരിയാണോ? അത് ആദ്യം തന്നെ ഞങ്ങൾ തെറ്റുപറ്റിപ്പോയി എന്ന് ഇവർ പറ. അതുകൊണ്ടാണ് മന്ത്രി വന്നിട്ട് അത് ചുരണ്ടി നോക്കേണ്ട അവസ്ഥ ഉണ്ടായത്. മന്ത്രി വന്നത് ചുരണ്ടി നോക്കി കഴിഞ്ഞിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ തമാശ. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഏറ്റവും വലിയ കൂടുതൽ ആളുകൾ കാണുന്ന ഒരു മാധ്യമം ആളുകളെ ആടിനെ പട്ടിയാക്കുന്ന ഒരു റിപ്പോർട്ടിങ് നടത്തി. എന്താണെന്നറിയാമോ? വിള്ളൽ മായ്ച്ചു കളയാൻ മന്ത്രി ശ്രമിച്ചു എന്നാണ്. വിള്ളൽ എങ്ങനെയാണ് സുഹൃത്തെ മായ്ക്കണത്? കയ്യിൽ മുറിവുണ്ടെങ്കിൽ മറ്റേ എന്ത് ചെയ്യും? മറ്റേ മായ്ച്ചു കളയാൻ പറ്റുമോ? വരയുണ്ടെങ്കിൽ മായ്ച്ചു കളയാൻ പറ്റുമോ? അവർ കൊടുക്കുന്ന ഒരു നരേഷൻ അതല്ല, അത് അവർ ഓൾറെഡി ഈ പറയുന്ന പോലെ എഞ്ചിനീയേഴ്സ് മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. ആ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന പോർഷനാണ് മന്ത്രി വന്ന് മായ്ച്ചു കളഞ്ഞത് എന്നുള്ളതാണ് മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു നരേഷൻ. അല്ല, ഹെഡിങ് തന്നെ ഞാൻ കാണിച്ചു തരാമല്ല. ഞാൻ 2 വീഡിയോകളുടെ തംബ്നെയിൽ താങ്കളെ കാണിച്ചു തരാം. അതായത് വിള്ളൽ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് മായ്ക്കാൻ ശ്രമിച്ചു എന്നാണ്. പെൻസിൽ വരെ അവര് മാർക്ക് ചെയ്ത് വെച്ചിരുന്നത്. ആ മാർക്ക് ചെയ്ത് വെച്ചിരുന്നത് നിങ്ങൾ വിള്ളലാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അത് വിള്ളലല്ല എന്ന് പറയാൻ അത് മായ്ച്ചു കാണിക്കല്ലാതെ വേറെ വഴിയുണ്ടാ? പിന്നെ അത് സാധാരണ ഒരു എഞ്ചിനീയർ വന്നൊന്ന് ചെയ്താൽ പോരെ, ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ വന്ന് ചെയ്താൽ പോരെ എന്നാണ് അടുത്ത ചോദ്യം. ആ ചോദ്യത്തിന് എനിക്ക് മറുപടി ഉണ്ട്. ആ ചോദ്യത്തിന് മറുപടി, അങ്ങനെ ഒരു സാധാരണ അസിസ്റ്റന്റ് എഞ്ചിനീയർ വന്ന് ചെയ്താൽ അത് ഈ കേരളം മുഴുവൻ നിൽക്കുന്ന വാർത്തയാവോ? നിങ്ങളുടെ വാർത്തയെ പൊളിക്കാൻ പറ്റുമോ? അത് രാഷ്ട്രീയമായി പൊളിക്കാൻ വേണ്ടി തന്നെ മന്ത്രി വന്ന് മോളിൽ കയറിയുന്നത് വായിച്ചതാണ്, ഒരു സംശയമില്ലെന്നേ. കാരണം ഇത് ആടിനെ പട്ടിയാക്കുകയും പേപ്പട്ടിയാക്കുകയും ചെയ്യുന്ന പ്രചരണത്തെ തകർക്കാൻ വേണ്ടി മാത്രം രാജൻ അവിടെ ഒന്ന് ചെയ്തതാണ്, ചെയ്യേണ്ടി വന്നതാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടുത്തെ മാധ്യമ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പമാണ്. പിന്നെ കൂലിപ്പണിക്കാരൻ എന്ന് വിളിക്കുന്നതിന് രാജൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എന്നെ മുതലാളി എന്ന് വിളിച്ചില്ലല്ലോ, കൂലിപ്പണിക്കാരൻ എന്ന് വിളിക്കുന്ന അഭിമാന ബോധമാണെന്ന്. അങ്ങനെ അഭിമാന ബോധമുള്ള ഒരു CPI നേതാവും CPM നേതാക്കളും ഒക്കെ നിരവധി ഉണ്ടാവട്ടെ. അവരെല്ലാവരും കൂലിപ്പണിക്കാരൻ വിളിച്ചോട്ടെ എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ വർത്താനം. ഇനി കൂലിപ്പണിക്കാരെന്ന് മന്ത്രി രാജൻ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ശൈല ടീച്ചറെ വിളിച്ചത് കോവിഡ് റാണി എന്നാണ്. കോവിഡ് റാണി. ഈ പറഞ്ഞ പോലെ വീണ ജോർജിനെ വിളിച്ചത് എന്താണ്? ഇനി ഇതൊക്കെ പോട്ടെ, മറ്റേ പിണറായി വിജയനെ വിളിച്ചത് എന്താണ്? ചെത്തുകാരന്റെ മകൻ എന്നാണ്. ഇവിടെ ഒരു മാധ്യമത്തിനും പൊള്ളിയില്ലല്ലോ, ഒരു മാധ്യമത്തിനും പൊള്ളിയില്ലല്ലോ. പൊള്ളൂല. അതെന്താ വെച്ചാൽ നിങ്ങളുടെ സെലക്റ്റീവാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? മറ്റേ നിങ്ങൾക്ക് താല്പര്യമുള്ള വാർത്ത കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പെൻസിൽ വരെ വിള്ളലാക്കും. നിങ്ങൾ വേണമെങ്കിൽ അതിനെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ ഇതിനെയൊക്കെ വിമർശിച്ചിരുന്നു. അങ്ങനെയൊക്കെ വിളിച്ചപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു കോൺഗ്രസിന്റെ ഏത് നേതാവാണ് കോവിഡ് റാണി എന്ന് വിളിച്ചത്? ഏത് നേതാവാ കോവിഡ് റാണി? മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കോൺഗ്രസിന്റെ ചെറിയ നേതാവാണോ? ബ്ലോക്ക് പ്രസിഡന്റ് ആണോ? അത് ആണോ? അല്ലല്ലോ. പിന്നെ നിങ്ങൾ ഏത് നേതാവാണ് മറ്റേ ഈ പറയുന്ന പോലെ ചെത്തുകാരന്റെ മകൻ വിളിച്ചത്? കെ സുധാകരനാണ്. ആരാ തിരുത്തിയത്? ആരാണ് തള്ളി പറഞ്ഞത്? അല്ല, സമൂഹം എന്തോ ആയിക്കോട്ടെ, സമൂഹം എന്തോ ആയിക്കോട്ടെ, കോൺഗ്രസ്സുകാരനാണല്ലോ. സമൂഹം എന്തോ ആയിക്കോട്ടെ, സമുദായം എന്തോ ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്തു? ഈ പറഞ്ഞ പോലെ വിളിച്ചു പറഞ്ഞപ്പോ ബാക്കിയുള്ള ആളുകൾ അടക്കം നിരവധി പേര് പ്രസ്താവന നടത്തിയോ? അങ്ങനെ വിളിക്കരുത്, തെറ്റാണെന്ന് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. ആരൊക്കെ വിളിച്ചത്? കെ സുധാകരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും. ഇത് പറയുന്നത് നിങ്ങള് പാർട്ടിയുടെ ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ ജില്ലാ കമ്മിറ്റി അംഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും പോരാളി ഷാജിയോ സൈബർ സ്പേസിലെ ഏതെങ്കിലും ആളുകളോ വന്നിട്ട് ഒരു വാചകം എഴുതുമ്പോൾ ദുഃഖിക്കുകയും കടുത്ത സൈബർ ആക്രമണം നേരിടുമെന്ന് സങ്കടപ്പെടുകയും ചെയ്യും. എന്താ ഇതിന് അടിസ്ഥാനമുള്ളതെന്നേ ഒന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിലെ കോൺഗ്രസിന്റെ KPCCയുടെ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ, അദ്ദേഹത്തോടൊപ്പം ബ്രണ്ണൻ കോളേജിൽ പഠിച്ചിരുന്ന ഒരാൾ, അയാളുടെ മുഖത്തോക്ക് വിളിക്കുന്ന ഒരു വാചകമാണ് എന്ത്? ഈ പറയുന്ന പോലെ എന്നത് ചെത്തുകാരന്റെ മകൻ എന്ന് വിളിക്കുന്നത്. എന്താ ചെത്തുകാരന്റെ മകൻ എന്ന് വിളിച്ച എന്താ അപമാനമാണോ? ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് വിളിക്കുന്നത്? ഇത്ര ഒരു ചെറ്റ മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ലെന്ന്. ഇത് വിളിക്കാൻ പറ്റുന്ന ഒരു വാചകമാണോ? അതേസമയം രാഷ്ട്രീയ ചെറ്റത്തരം എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം മനോരമയൊക്കെ എന്ത് ചെയ്തു? 4 മറ്റേ വലിയ വെണ്ടക്ക നിരത്തി. ഇത്തരം പ്രസ്താവന CPM നേതാക്കൾ നടത്തിയിട്ടില്ലേ? പ്രസ്താവന നടത്തിയിട്ടില്ല. CPM നേതാക്കൾ പ്രശ്നമുണ്ട്, നടത്തിയിട്ടില്ലല്ലേ? ഇപ്പൊ TP ആഞ്ചലോസിനെ എന്താണ് VS അച്യുതാനന്ദൻ വിളിച്ചത്? ആഞ്ചലോസിനെ വിളിച്ചു, തെറ്റാണ്. മീൻപെറുക്കി നടന്ന പയ്യൻ എന്നാണ്. അതിനേക്കാൾ മോശപ്പെട്ട കാര്യമുള്ളത്. ഞാൻ ഇനി വാദത്തിലേക്ക് വരാം. ശരി, സമ്മതിച്ചു. കെ ലതികയോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെ എതിർക്കുന്ന ഒരാളാണ്. പക്ഷെ ഇരുകൂട്ടരും പറഞ്ഞിട്ടുണ്ടെന്ന് സമീകരിക്കരുത്. താങ്കൾക്ക് എന്നെ രതീഷ് ചക്രവാണിയെ ഒരു കാര്യം പറയുന്നത് പോലെയല്ല എന്റെ അച്ഛനെ കുറിച്ച് പറയുന്നത്. ഏത് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ പിതാവിനെ കുറിച്ച്, 80 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയുടെ പിതാവിനെ കുറിച്ച് പറയുന്നത് മീൻപെറുക്കി നടന്ന ചെക്കൻ എന്ന് ആഞ്ചലോസിനെ വിളിച്ചത് പോലെയാണോ? ആണോ? എന്നെ ഒരാൾ മീൻപെറുക്കി നടന്ന ചെക്കൻ എന്ന് വിളിച്ചാൽ എനിക്കത് മറക്കാൻ പറ്റും, പൊറുക്കാൻ പറ്റും. നാളെ ഞാൻ മീൻപെറുക്കി നടന്നിട്ടുണ്ടെങ്കിൽ. പക്ഷെ അതുപോലെയാണോ ഈ പറയുന്ന പോലെ 80-85 വയസ്സ് കഴിഞ്ഞ ഒരു പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിയുടെ പിതാവിനെ കുറിച്ച് പറയുകയും ചെറ്റ മുഖ്യമന്ത്രി എന്ന് പറയുകയും ചെയ്യുന്ന ഒരുപോലെയാണോ? അല്ല, അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കിനെ കുറിച്ച് ഒരു മിനിറ്റ് വാക്കൊക്കെ നിർക്ക്. ഇത് ഒരുപോലെയാണോ? താങ്കളെ കുറിച്ച് ഞാനൊരു ആരോപണം ഉന്നയിക്കുന്നു. താങ്കൾ അവിടെ ഈ പറഞ്ഞ പോലെ പാട്ട പെറുക്കി കിടന്ന ഒരാളാണെന്ന് പറയുന്നു. അപ്പൊ താങ്കൾക്ക് ഉണ്ടാകുന്ന വേദന ഇത്രേ ഉള്ളൂ. അതേസമയം താങ്കളുടെ പിതാവിനെ കുറിച്ച് പറയുന്നത് അതുപോലെയാണോ?
ആണോ? അതല്ല. പക്ഷെ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിച്ചത് അതിന് എനിക്ക് അഭിമാനമാണ്, എന്റെ അച്ഛൻ ആ ഒരു ജോലി ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അഭിമാനമാണെന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അല്ല മുഖ്യമന്ത്രി അങ്ങനെയാണ് പ്രതികരിച്ചത്. മുഖ്യമന്ത്രിക്ക് ഇല്ലാത്ത ഒരു അങ്ങനെയാണ് പ്രതികരിച്ചത്. അപ്പൊ കുഴപ്പമില്ല, മുഖ്യമന്ത്രി അങ്ങനെ പ്രതികരിച്ചു, അതുകൊണ്ട് ആ വിളി പ്രശ്നമില്ല. മുഖ്യമന്ത്രി അങ്ങനെ പ്രതികരിച്ചെങ്കിൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ കെ സുധാകരൻ പറഞ്ഞ എല്ലാം നല്ലതാണ്. അല്ല, വിളി തെറ്റാണ്. എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ ഒരു കാര്യം തിരിച്ചു വയ്ക്കുന്നുള്ളൂ. ഈ കേരളത്തിൽ പിണറായി വിജയനാണ് നാളെ ആരെങ്കിലും കൂലിപ്പണിക്കാരൻ എന്ന് പറഞ്ഞിരുന്നെങ്കിലല്ല ഭയങ്കര പ്രശ്നമായത്. കാരണം മാധ്യമങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം തന്നെ ഒരു അജണ്ട ഉണ്ട്. ആ അജണ്ട നിങ്ങൾ എന്ത് ചെയ്യുന്നു, നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. അത് രതീഷ് എന്താണ് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ തയ്യാറല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നെ സത്യത്തിൽ പിണറായി അനുകൂലി ആക്കിയത് ഈ മാധ്യമങ്ങളാണ്. കാരണം നിങ്ങൾ സത്യം പറയണം എന്തെന്നുള്ളത് എതിർക്കുമ്പോൾ, അല്ലാതെ നിങ്ങളിരുന്ന് മറ്റേ തൊണ്ട തൊടാതെ പെൻസിൽ വരെ കാണിച്ചിട്ട് ഇത് വിള്ളലാണെന്ന് പറഞ്ഞാൽ എന്റെ കണ്ണിന് എന്ത് ചെയ്തിട്ടില്ല, തിമിരം ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്. മനസ്സിലായോ? നിങ്ങൾ കള്ളം പറയരുത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് സാൻഡ് പേപ്പർ ഇട്ട് വിള്ളലും അയച്ചു കഴിഞ്ഞിട്ടും പറയണാണ്, അടുത്ത വാചകം പറയണാണ്, ഇല്ല അത് വിള്ളൽ സാൻഡ് പേപ്പർ ഇട്ട് വായിക്കാൻ മന്ത്രി ശ്രമിച്ചു എന്ന് പറഞ്ഞ് വാർത്ത ചെയ്യുമ്പോ ഈ നാട്ടിലെ ജനങ്ങൾ പൊട്ടന്മാരാണ് നിങ്ങൾ വിചാരിച്ചത്. നിങ്ങൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള മാധ്യമമാണ് നിങ്ങൾ. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ റേറ്റിംഗിന്റെ തൊട്ടടുത്തേക്ക് വേറെ മാധ്യമങ്ങൾ, പലപ്പോഴും പിണറായിനെയും അതുപോലെ CPM-നെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് എത്തി എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നത് നന്നായിരിക്കും. കാരണം കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തൊട്ടടുത്ത വിള്ളൽ ഉണ്ടായെന്ന് സുഹൃത്ത് പറഞ്ഞല്ലോ, തൊട്ടടുത്ത വിള്ളൽ ഉണ്ടായതിന്റെ ഒരു ദൃശ്യം, ഒരു വീഡിയോ ദൃശ്യം കാണിച്ചെന്ന് ഇല്ല. പകരം കഴിഞ്ഞ ദിവസം സ്മൃതി പരുത്തിക്കാടിരുന്ന്, എനിക്ക് പേരെ പ്രിയപ്പെട്ട സ്മൃതി പരുത്തിക്കാടിരുന്ന് പറയാണ്, മന്ത്രി എന്ത് ചെയ്യണമായിരുന്നു, താഴെ വരച്ച് പെൻസിൽ വരെ നോക്കരുതായിരുന്നു, പകരം മോളിൽ പോയി നോക്കണമായിരുന്നു എന്ന്. എനിക്ക് കേട്ടിട്ട് ചിരിക്കണോ കരയണോ അതോ ഈ പറയുന്ന പോലെ ചാടി മരിക്കണോ എന്ന് പറയുന്ന സംശയമാണ് എനിക്കുണ്ടായത്. കാരണം എന്താണെന്നറിയാമോ, സജീവൻ, ഈ പറയുന്ന പോലെ നമ്മുടെ രാജു P നായർ, പിന്നെ ജയേന്ദ്രൻ സാർ, ഇവരൊക്കെ ഇരിക്കുന്ന ചർച്ചയാണ്. സത്യത്തിൽ ആ ചർച്ചയിൽ ഒന്ന് കയറി ഒരു മിനിറ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചു പോയി. കാരണം ഞാൻ ചർച്ചക്കൊക്കെ വിളിച്ചിട്ട് പോകാത്ത ഒരാളാണ്, പക്ഷെ ഞാൻ ആഗ്രഹിച്ചു പോയി. കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ, സത്യം പറയാനുള്ള വലിയ ആഗ്രഹം കൊണ്ടാണ്. കാരണം മോളിൽ ചെന്ന് നോക്കിയാൽ എന്താ കാണുക, വെള്ളം കെട്ടി നിർത്തിയേക്കുന്നത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിന്റെ ഇടയിലൂടെ കിനിഞ്ഞിറങ്ങുന്നത് നമുക്കൊരിക്കലും കണ്ണുകൊണ്ട് കാണാവുന്ന മറ്റേ കാനയൊന്നുമല്ല പുറത്തേക്ക് പടുത്തു വെച്ചേക്കണേ. മനസ്സിലായോ? അത് കിനിഞ്ഞിറങ്ങുന്നതാണ്. ആ കിനിഞ്ഞിറങ്ങുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിൽ എന്റെ സുഹൃത്തായിട്ടുള്ള ജിമ്മി ഇരുന്ന് പറയുന്നുണ്ട്, അദ്ദേഹം വീട് പണിത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ വെള്ളം കിനിഞ്ഞിറങ്ങുന്നുണ്ടായിരുന്നു, മോളിൽ വീണ്ടും എന്ത് ചെയ്തു, വാട്ടർ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള സംവിധാനം ചെയ്തുകൊണ്ട് അത് എന്ത് ചെയ്തു, പിന്നെ അത് ഉണ്ടായിട്ടില്ല. അതുണ്ടാവും ഈ നാട്ടിൽ. ഇതല്ലേ ഇങ്ങനെ ലീക്ക് ചെയ്ത് വരുന്നതല്ലേ വെള്ളം, ഇങ്ങനെ ലീക്ക് ചെയ്ത് വരുന്നതല്ലേ വിള്ളൽ എന്ന് പറയുന്നത്. അല്ല, അതിനെ വിള്ളൽ എന്ന് പറയാറില്ല. പിന്നെന്താ പറയുക, ഭിത്തിയൊക്കെ വിണ്ട് കീറാറുണ്ട്, അതിനാണ് വിള്ളൽ എന്ന് പറയുന്നത്. താങ്കൾ ആദ്യം വിള്ളൽ എന്നുള്ളതിന്റെ അർത്ഥം ഒന്ന് പഠിച്ചിട്ടുണ്ട്. കാരണം വെള്ളം ഒലിച്ചു വരുന്നത്, വെള്ളം ഒലിഞ്ഞു വരുന്നത്, വെള്ളം കിനിയുന്നത് എന്തുകൊണ്ടാണ്, അതിന്റെ പേരെന്താണ്? അതിന് ശാസ്ത്രീയമായിട്ട് വെള്ളം കിനിയുന്നതെന്നാണ് പറയാ, വെള്ളം കിനിയുന്നത് തന്നെയാണ് പറയാ. ചിരിക്കണെന്താ, വെള്ളം കിനിയുന്നത് തന്നെയാണ് പറയാ. ആരോടെങ്കിലും ചോദിച്ചു നോക്ക്, ഈ നാട്ടിൽ വീട് പണിതിട്ടുള്ള ആളുകളോടൊക്കെ ചോദിച്ചു നോക്ക്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ പോലും വീട് പണിത് കോൺക്രീറ്റ് ഒക്കെ കഴിയുമ്പോൾ വെള്ളം കിനിയാറുണ്ട്. അതുകൊണ്ട് ഈ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് എന്താണെന്ന് അറിയാമോ, ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസം എടപ്പള്ളിയിൽ ഒരാളെ കണ്ടേ ഉള്ളൂ. അയാളുടെ ഏറ്റവും വലിയ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ ഈ ലീക്ക് പ്രൂഫ് ഐറ്റം മാത്രം സപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ വീടുകളിലേക്കും ഇപ്പൊ ഏറ്റവും കൂടുതലായി ഈ സാധനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഒരു മഴയും ഒരു വേനലും ഒക്കെ മാറി മാറി വരുമ്പോഴേ ഇതുപോലെ വെള്ളം കിനിയോ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം വെള്ളം കെട്ടി നിർത്തുന്നത് 7 ദിവസം മുതൽ 14 ദിവസം വരെ വെള്ളം കെട്ടി നിർത്തുമ്പോൾ അതിലെന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായാൽ, ചിലപ്പോൾ നന കൃത്യമല്ലെങ്കിലൊക്കെ തന്നെ ഈ ഷ്രിങ്കേജ് ഉണ്ടാവുകയും വെള്ളം കിനിഞ്ഞിറങ്ങുകയും ചെയ്യും. ഒരു മിനിറ്റ് ഇനി പറഞ്ഞോട്ടെ. ആ കിനിഞ്ഞിറങ്ങുന്ന കാര്യത്തിൽ ആ കിനിഞ്ഞിറങ്ങുന്നുണ്ടോ എന്നുള്ളത് 178 വീടുകളുടെ മുമ്പോളിലും ഈ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ കോൺട്രാക്ടേഴ്സ് പരിശോധിച്ചു. ആ പരിശോധിച്ചപ്പോൾ 3 വീടുകളിൽ അത് കണ്ടെത്തി. ആ 3 വീടുകളിൽ അത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട പരിപാടികൾ ചെയ്യാൻ വേണ്ടി പെൻസിലിൽ വരച്ചിട്ടു. എന്റെ വാദം ഇത്രയേ ഉള്ളൂ, വെള്ളം കിനിയുന്നുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം, നിങ്ങളുടെ വാർത്ത കേൾക്കാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഈ പറയുന്ന പോലെ പെൻസിൽ വെച്ച് വരച്ചേക്കുന്നത് വിള്ളലാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യരുത്. മോളിൽ നിന്ന് വെള്ളം കിനിയുന്നുണ്ട്, അത് എന്താണ് ഈ ഡിഫക്റ്റിന്റെ ഭാഗമായിട്ടല്ലേ ഇപ്പൊ? അത് ഡിഫക്റ്റിന്റെ ഭാഗമായിട്ടാണെന്നേ. അവര് തന്നെ കണ്ടുപിടിച്ചതാണെന്നേ, ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയാണെന്നേ, അവര് ക്വാളിറ്റി ചെക്ക് നടത്തി അവര് തന്നെ കണ്ടുപിടിച്ചതാണെന്നേ, എന്നിട്ട് അവര് തന്നെ വരച്ചതാണെന്നേ. ആ വരച്ചതിന്റെ മുകളിൽ അവർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കൂടി ഇവരോട് പറഞ്ഞിരുന്നു എന്നേ. പക്ഷെ ആ സമയം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ വാർത്തകളെല്ലാം കൊടുക്കുന്നു. ഇനി അതേസമയം നിങ്ങൾ എന്ത് ചെയ്യുന്നു, വേറൊരു നിരവധി ആളുകൾ വേറെ ഉണ്ടല്ലോ, ഒരു 10-35 ആളുകൾ വേറെ ഉണ്ടല്ലോ. ആ വേറെയുള്ള ആളുകൾ 15 ലക്ഷം രൂപ
ഗവൺമെന്റിൽ നിന്ന് മേടിച്ച് ഞങ്ങൾക്ക് കോൺഗ്രസ് വീട് വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരാണല്ലോ. ആ കാത്തിരിക്കുന്നവര് അല്ല, അവരാരെങ്കിലും ന്യായീകരിച്ചോ? അല്ല, അവരാരെങ്കിലും ന്യായീകരിച്ചോ? മഴയത്ത് വെയിലത്ത് അല്ല ന്യായീകരിച്ചില്ല എന്നുള്ളത് നിൽക്കട്ടെ. മഴയത്ത് വെയിലത്തും അവർ നിൽക്കുന്നതിനെ കുറിച്ചും കേരളത്തിലെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ മുൻകൈയെടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടി, മഹാത്മാഗാന്ധി പിരിച്ചുവിടണം എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടി ഇവിടെ വെച്ചിട്ടുള്ള 1000 വീടുകൾ കിട്ടിയിട്ടാ. ഏത് പ്രളയത്തിന്റെ സമയത്ത് ഇവർ പറഞ്ഞ 1000 വീടുകൾ കിട്ടി, 1000 പേര് താമസം തുടങ്ങി, 1000 പേര് അതുകൊണ്ട് 50,000 പേര് ആ വീട്ടിൽ താമസിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റൂല കേട്ടാ, കാണാൻ പറ്റൂല. കാരണം 1000 വീടുകൾ അതായിക്കോട്ടെ. അല്ലതേ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം മുഴുപ്പിക്കാൻ സമ്മതിക്കുന്നത്. താങ്കൾ പേടിക്കണ്ട, താങ്കൾ സമയം തരാം. നമ്മള് ഈ സമയം നമ്മൾ മാധ്യമങ്ങളൊന്നും ഇത് ചർച്ച ചെയ്യാത്ത എന്താണ്? എന്റെ ചോദ്യം എത്രേ ഉള്ളൂ. നമ്മൾ പ്രതിപക്ഷത്തെ ന്യായീകരിച്ചില്ല, അത് കറക്റ്റാണ്. പക്ഷെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത എന്താണ്? മാധ്യമങ്ങൾ ഒരു ദിവസമെങ്കിലും അന്തിച്ചർച്ചയ്ക്ക് വിഷയം എടുക്കേണ്ടതല്ലേ? ഫണ്ട് അവിടെ കോൺഗ്രസ് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യേണ്ടതല്ലേ? ആകെ മാതൃഭൂമിയിൽ അഭിലാഷ് മോഹൻ മാത്രം ചർച്ച ചെയ്തു, ബാക്കി ആരും ചർച്ച ചെയ്തിട്ടില്ല. എന്തൊരു അസംബന്ധമാണിത്. നുണകൾ കൊണ്ട് നിങ്ങൾ എത്ര നാൾ ഈ കൊട്ടാരം പണിയും?